വിനേഷ് ഫോഗട്ടിനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിലക്കിയ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുവെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ എംപിമാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും നിന്ന് ഇറങ്ങിപ്പോയി. വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യയാക്കിയതിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് പ്രതിഷേധം അറിയിച്ചതെന്നും കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. टारगेट ओलंपिक पोडियम स्कीम में 53,35,746 और वार्षिक ट्रेनिंग एवं स्पर्धा कैलेंडर में 17,10,000 कुल मिला के 17,45,775 रुपया हमारे खिलाड़ी को आर्थिक सहायता करके उसको सक्षम करा गया. കേന്ദ്ര സർക്കാർ വിനേഷ് ഫോഗാട്ടിന് നൽകിയ സഹായങ്ങൾ മന്ത്രി വിവരിച്ചു. മന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. बुल्गारिया में 10/11/2022 से 3/12/2022 तक प्रशिक्षण के लिए വിനേഷ് ഫോഗാട്ട് വിഷയം എംപിമാർ പാർലമെന്റിൽ ഉന്നയിക്കുകയായിരുന്നു. കായിക മന്ത്രി വിഷയത്തിൽ വിശദീകരണം നൽകുകയും കായിക മന്ത്രാലയത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അയോഗ്യതാ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. വിനേഷ് ഫോഗാട്ടിനൊപ്പമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. വിനേഷ് ഫോഗാട്ടിനെ അയോഗ്യയാക്കിയതിൽ അന്വേഷണം വേണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. വിനേഷ് ഫോഗാട്ടിന്റെ അയോഗ്യത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. നടന്നത് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.